നമ്മുടെ രാജ്യത്ത് പല മേഖലകളിലും പല സംസ്ഥാനത്തും ഇതിനോടകം തന്നെ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞ് ഉണ്ടാക്കി അതൊരു സംഘപരിവാറിന്റെ അജണ്ടയിൽ കൊലപാതകം നടത്തിപ്പോകുന്ന ഒരു സംഭവവികാസം നടന്നു പോവുകയാണ്. അതിനിവർ പ്രധാനമായിട്ടും ഇവർ കൈക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ഗോമാതാവ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ബീഫാണ് ഇവരുടെ കയ്യിലെ ആയുധം. ഈ ബീഫ് ആരെങ്കിലും വാഹനത്തിൽ കൊണ്ടുപോവുകയോ ആരുടെയെങ്കിലും വീട്ടിന്റെ ഫ്രിഡ്ജിൽ ഇരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ അടിച്ചു കൊല്ലുന്ന ഒരു പ്രവണതയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ഇത് തുടർക്കഥയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷമാണ് കഠിനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ സംഭവം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിയാണ് ഇന്നൊരു വാർത്ത കേൾക്കാൻ സാധിച്ചത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പരിധിയിൽ ഇന്ത്യയിൽ നിന്നും ബീഫ് ബംഗ്ലാദേശിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് BJPയുടെ തന്നെ ഒരു MP അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലുള്ള ഒരു പാസ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇദ്ദേഹത്തിന് പൈസ അടച്ചിട്ട് പാസ് കൊടുക്കാം, ബീഫ് കടത്താം. MP പേര് ശാന്തനൂർ താക്കൂർ എന്ന് പറയുന്ന MP ആണ്, BJPയുടെ MP ആണ്. ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലെ MP ആയിട്ടുള്ള മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന ഉരുക്കു വനിതയാണ്. ഒരിക്കലും വസ്തുതകളില്ലാത്ത ഒരു കാര്യം മഹുവ മൊയ്ത്രയെ പോലുള്ള ഒരാളുടെ വായിൽ നിന്നും വരില്ല എന്ന് BJPക്കും അറിയാം, ഈ നമ്മുടെ ഇന്ത്യ സഖ്യത്തിലുള്ള കോൺഗ്രസിനും അറിയാം, എല്ലാവർക്കും അറിയാം. മഹുവ മൊയ്ത്ര എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് വസ്തുതകൾ കാണും. അതുകൊണ്ടാണ് എല്ലാ പാർലമെന്റിലെ ഒരു സഭ കൂടുമ്പോൾ അവിടുന്ന് നിന്നും നരേന്ദ്രമോദിയും അമിത്ഷായും മറ്റുള്ള പാർലമെന്റ് അംഗങ്ങളും അവിടെ നിന്ന് പോകുന്നത് അതുകൊണ്ടാണ്. മഹുവ മൊയ്ത്ര പ്രസംഗിക്കാനുള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ മഹുവ മൊയ്ത്രയുടെ പ്രസംഗം കേൾക്കാനോ അതിനെ ശ്രവിക്കാനോ ആ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനോ നരേന്ദ്രമോദിയും കൂട്ടരും ഇരിക്കില്ല. കാരണം വസ്തുതകളാണ്, മൂർച്ചയേറിയ വാക്കുകളാണ്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വീക്ഷണത്തിൽ ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധിയെക്കാളും ഡേഞ്ചറാണ്. അതുകൊണ്ട് ഇവർ പറയുന്ന ഈ മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലെ MP ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പ്രസ്താവന ഇത് വളരെ വ്യക്തമാണ്. അത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രൂഫുകളും എല്ലാം ഇതിനോടകം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിൽ നിലവിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഇടനിലക്കാരനായിട്ടുള്ള ജിയാറുൽ ഗാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇതിനോടകം തന്നെ പിടിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഇത് തന്നെ പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്നും 3 കിലോ ബീഫ് കടത്താൻ വേണ്ടിയിട്ട് 200 രൂപയുടെ സ്ലിപ്പ് ആണ് കിട്ടിയത്. അതിന് ആ പാസോട് കൂടി ഞാൻ ബീഫ് കടത്താറുണ്ട് എന്നുള്ള ഒരു സത്യസന്ധമാണ് ഈ ജിയാറുൽ ഗാസി എന്ന് പറയുന്ന യുവാവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ശാന്തനൂർ താക്കൂർ എന്ന് പറയുന്ന MP കുറിച്ച് നിലവിൽ വ്യക്തമായിട്ട് വരുന്നത്. ഇത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു തീർന്ന ഉടനെ ഞാൻ സംസാരിക്കുന്ന കാര്യം സംസാരിച്ച് തീർന്ന ഉടനെ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഞാൻ അതിൽ ഉൾപ്പെടുത്താം. തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ടും കാണുക. ആരാണ് നമ്മുടെ ഇന്ത്യയിൽ വർഗീയ വിഷം പടർത്തുകയും ദൈവത്തിനെ തന്നെ വെട്ടിഞ്ഞുറുക്കി തിന്നുന്നത് ആരാണെന്നും അതിനു വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്ന ആരാണെന്നും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇയാള് നമ്മുടെ MP പറയുന്നത്, മഹുവ മൊയ്ത്ര പറയുന്നത് അവരുടെ കാര്യങ്ങൾ, അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്കെതിരെ വിവാദം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പച്ച നുണയാണ്. അദ്ദേഹത്തിന്റെ കൈപ്പടയിലുള്ള ഉപ്പ് വരെ വെച്ചിരിക്കുന്ന ഒരു പാസ് മുന്നോട്ട് വരിക. ഞാൻ ആ പാസ് കാണിക്കുന്നുണ്ട്. ആ പാസ് വരെയും പുറത്തു വന്നിട്ട് മഹുവ മൊയ്ത്ര എക്സിൽ കുറിച്ചപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ടോക്കുമായിട്ട് വന്നിരിക്കുകയാണ് ഈ MP ആയിട്ടുള്ള ആള്. ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. നിരവധി ചർച്ചയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം സഹമന്ത്രിയാണ്, പാർലമെന്റ് അംഗമാണ്. അങ്ങനെ നിരവധി ക്വാളിഫിക്കേഷനിൽ ഇരിക്കുന്ന ഒരാൾ ഇതുപോലുള്ള നീചപ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബീഫ് കടത്തുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇങ്ങനെ ബീഫ് കടത്തുന്നവരെ ഒരു ഭാഗത്ത് തല്ലിക്കൊന്നിട്ട് ഇവൻ തന്നെ ഈ തല്ലിക്കൊല്ലുന്നതിനും നേതൃത്വം എടുക്കുന്നവൻ തന്നെ മറുഭാഗത്ത് കൂടി ബീഫ് കടത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ സമ്മതിക്കാൻ പറ്റും? ഒരിക്കലും നമുക്ക് സമ്മതിക്കാനൊക്കില്ല. അത് തന്നെയാണ് പ്രശ്നം. ബീഫ് തിന്നാം, കഴിക്കാം, കടത്താം. കേരളത്തിൽ എന്ത് വന്നാലും കേരളത്തിൽ ബീഫ് കഴിക്കും. ബീഫ് തിന്നും, വെട്ടും, കഴിക്കും, എല്ലാം ചെയ്യും. അതിന് യാതൊരു തടസ്സവും
എന്താണ് നമ്മുടെ കേരളത്തിലുള്ള ഒരു സംസ്കാര രീതിയിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ പലതും നടക്കുമായിരിക്കും, പക്ഷെ കേരളത്തിലോട്ട് വരുമ്പോൾ കളി മാറും. അതുകൊണ്ട് നമ്മുടെ ഒരു രാജ്യത്ത് നിലവിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി രാജ്യത്തിന്റെ ഭൂരിഭാഗ സമുദായത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തിക്കൂട്ടുന്ന ഇതുപോലുള്ള കോപ്രായങ്ങളും മനസ്സിലാക്കുക ഹൈന്ദവരായിട്ടുള്ളവർ. এমপির প্যাটে স্লিপ দেয়, 3 কিলো আমরা গরুর মাংস নিয়ে আসি, আমাদের 300 টাকা দেয়। নাজমুল এমপির নাম করে 200 টাকা নেয়, আমরা গরিব মানুষ, আমাদের 120 টাকা দেয়। নাজমুল কতজনকে দেয় প্রতিদিন? ও প্রতিদিন 6টা করে দেয়, হ্যাঁ বিভিন্ন রকমের নামে দেয়। वहाँ कोई स्मगलिंग का विषय नहीं है। मोहमित्रो एक लिटरेट, मैंने सुना था एक लिटरेट लेडी है, शिक्षित लेडी है, कैसे अशिक्षित बन गया विदाउट इंफॉर्मेशन, ये उनसे पूछना है कि आपको क्या जानकारी है कि वहाँ विषय क्या है। আর স্লিপ দেয় নাজমুল দেয় এমপির প্যাটে। নাজমুলকে ওই কোন দল এমপি, করে? সে কোন দল ওই করে? বিজেপি করে, এমপির রিপ্রেজেন্টেড। হ্যাঁ বিজেপি। तो वहाँ पर जो जितने सारे 15-20 हजार जो हमारे सिविलियंस हैं उनको बहुत तकलीफ हो रहा था इस विषय में कि वो लोग सामान डेली जो सामान है इस्तेमाल नहीं कर सकते थे। इसके कारण ये वहाँ का टीएमसी मेंबर उनको स्लिप देता है और वो अलाउ हो जाता है। जो भारतीय जनता पार्टी का लोग हैं उनका अलाउ नहीं होता था, तो इसीलिए मैंने वहाँ हमारा पैड को इस्तेमाल करने के लिए हमने दिए थे।